കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ജന്മനാട്. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം തുടരുകയാണ്. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ദീപക് ദർപ്പണം കോഴിക്കോട് ചേരുന്നു. ദീപക്, അവിടെയും അണമുറിയാത്ത രീതിയിൽ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേരാണല്ലോ എത്തുന്നത്. സംസ്കാര സംബന്ധമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ മാറ്റി പുറത്തു പോകാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. സുഹൈൽ, സഹനത്തിൻ്റെ മഹാസമരനായകൻ, വിപ്ലവ സൂര്യൻ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിക്കാൻ പറ്റുന്ന ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന് ജന്മനാട് വിട നൽകുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രമേൽ വികാര വായ്പോടുകൂടിയാണ് സഖാക്കൾ പുഷ്പനെ, പ്രിയ സഖാവിനെ ജന്മനാട്ടിൽ നിന്നും വിട നൽകുന്നതെന്ന്. പുഷ്പൻ പഠിച്ച ചൊക്ലിയിലെ രാമവിലാസ് സ്കൂളിൽ ഒരുക്കിയ പൊതുദർശനത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടത്തേക്ക് മൃതദേഹം ചുമന്നു വന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം MV ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ DYFIയുടെ മുതിർന്ന നേതാക്കൾ, ഇവരെല്ലാം തന്നെ ചേർന്നുകൊണ്ടാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. നമുക്ക് കാണാം എത്രമേൽ വികാര വായ്പോടുകൂടിയാണ് സഖാവ് പുഷ്പനെ, ഈ വിപ്ലവ സൂര്യനെ നാട് യാത്രയാക്കുന്നതെന്ന്. കാരണം ഇന്നലെ ബേബി മെമ്മോറിയൽ മരണം സ്ഥിരീകരിച്ച ഉടൻ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ എത്തുന്ന കാഴ്ചയായിരുന്നു. കോഴിക്കോട് യൂത്ത് സെന്ററിലെ പൊതുദർശനത്തിന് രാത്രി മുഴുവൻ വിവിധ പ്രദേശത്ത് വിവിധ ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നും ഈ വിപ്ലവ സൂര്യനിൽ നിന്നും ആവേശം കൊണ്ട യുവജന പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇതൊന്നുമല്ലാത്ത സാധാരണ മനുഷ്യർ ഒരു നോക്ക് പുഷ്പനെ അവസാനമായി കാണാൻ എത്തുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് ജന്മനാട്ടിലേക്ക്, അതായത് സ്വന്തം പുഷ്പൻ നടന്നു കളിച്ച, പുഷ്പന്റെ കാലടി പതിച്ച ഈ ചൊക്ലിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ സ്പീക്കർ AN ഷംസീർ, അതുപോലെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരുമുണ്ട്. പക്ഷേ ഇതിലപ്പുറം സാധാരണ സഖാക്കൾക്കും സാധാരണ മനുഷ്യർക്കും പുഷ്പൻ എത്രമേൽ പ്രിയപ്പെട്ടവനാണെന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വിലാപയാത്രയിൽ, കോഴിക്കോട് നിന്നും ചൊക്ലി വരെയുള്ള യാത്രയിൽ നമ്മൾ കണ്ടത്. തെരുവോരങ്ങളിൽ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ കൂടി നിൽക്കുന്ന, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സാധാരണ മനുഷ്യർക്ക് പോലും പുഷ്പൻ ഒരു സഹനത്തിന്റെ പ്രതീകമാണ്. കാരണം 94-ൽ ആ വെടിവെപ്പ്, നവംബർ 25 മുതൽ നീണ്ട ആ സഹനം 30 ആണ്ട് പിന്നിട്ടു എന്നുള്ളതാണ്. 30 ആണ്ടിലും ആ സഹനത്തോടൊപ്പം വിപ്ലവത്തിന്റെ ആ ആളിക്കത്തി അഗ്നിയെ കെടാൻ സമ്മതിക്കാതെ പുഷ്പൻ പാർട്ടിക്കൊപ്പം നിന്നു, യുവജന പ്രസ്ഥാനത്തിനൊപ്പം നിന്നു. ഒരിക്കൽ പോലും ഒരു മടുപ്പും പ്രകടിപ്പിക്കാതെ താൻ എടുത്ത നിലപാട് ശരിയാണ്, പാർട്ടിയാണ് ശരിയെന്ന് ആവർത്തിച്ച് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പുഷ്പൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പുഷ്പനോട് നാട്ടിലെ സഖാക്കൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക് എത്രമേൽ പ്രിയമുണ്ടെന്ന് വരച്ചു കാണിക്കുന്ന, ജീവിക്കുന്ന ചിത്രങ്ങളാണ് ഈ തത്സമയ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ. ശരി, ദീപക് ദർപ്പണമാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രിയ സഖാവിന് ജന്മനാട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ.